പ്രിയ നാട്ടുകാരെ, ഇന്ന് നമ്മുടെ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ തട്ടകത്തമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് 24 ചാനലിന്റെ അരുത് ലഹരി അരുത് അക്രമം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ന് അതിൻ്റെ സന്ദേശയാത്ര ഇവിടെ എത്തുകയാണ്. 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ചാനലിൻ്റെ ആ വലിയ പ്രവർത്തകർക്ക് നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ, നല്ല ഹർഷാരവത്തോടുകൂടി തന്നെ അവരെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എവിടെയും ലഹരിയും അക്രമവും പരക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നല്ല സന്ദേശം നൽകുന്ന SKN എന്ന ചുരുക്കനാമത്താൽ അറിയപ്പെടുന്ന R. ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ഈ സന്ദേശയാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാർ, കലാകാരികൾ അവതരിപ്പിക്കുന്ന ഏതാനും ചില കലാപരിപാടികളോടുകൂടി തന്നെ നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ഈ തിരുമുറ്റത്ത് നമ്മുടെ തിരശ്ശീല ഉയർത്താം എന്ന ആ ആശയത്തോടുകൂടി നമുക്ക് ഇന്നാദ്യമായി ഈ വേദിയിൽ ഫ്ലവേഴ്സ് ചാനലിലൂടെ കോമഡി ഉത്സവത്തിൽ പങ്കാളിയായി തീർന്നിട്ടുള്ള സുഭാഷ് എറവും അനിക്കുട്ടൻ എറവും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു മിമിക്രിയിലൂടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണ സമ്മതവും അനുമതിയും വാങ്ങിക്കൊണ്ട് അവരെ ഈ വേദിയിലേക്ക് ഹർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ലഹരിക്കെതിരെ പോരാടുന്ന SKN 14 എന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് നമ്മുടെ UDF ലീഡറായിരുന്ന കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ. എൻ്റെ അച്ഛനെ എന്നെയൊക്കെ ഉപദ്രവിച്ച ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെ. അവർക്കൊന്നും ദൈവം തക്കതായ ഒരു ശിക്ഷയും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് അടുത്തൊരു തെരഞ്ഞെടുപ്പിനെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ പുതിയൊരു പാർട്ടി ഞാൻ അങ്ങോട്ട് തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. തോന്നിയാൽ എനിക്കൊരു ചുക്കൂലിയ. അടുത്തതായി ശ്വാസകോശത്തിൻ്റെ ആ പരസ്യം നമുക്കൊന്ന് നോക്കാം. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിലയിടത്ത് പുക, ചിലയിടത്ത് ചാരം. ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ നിന്നും പുകയിലയുടെ കറ പുറത്തെടുത്താൽ അത് ഏതാണ്ട് ഇത്രത്തോളം വരും. ഇത് മതി നിങ്ങളെ ഒരു രോഗിയാക്കാൻ, വലിയ രോഗി. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ ബഹുമാന്യ നേതാവ് സഖാവ് VS അച്യുതാനന്ദൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, SKN 40 എന്ന ഈ പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. മലയാള സിനിമയുടെ ശബ്ദഗാംഭീര്യം ജനാർദ്ദനൻ ചേട്ടനെ നമുക്കൊന്ന് നോക്കാം. പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. നീ അധികം സംസാരിച്ചാലുണ്ടല്ലോ നിന്റെ കാല് ഞാൻ തള്ളിയൊടുക്കും. എവരുടെ നമ്മുടെ പിള്ളേര് അടിച്ചവന്റെ കാല് തള്ളിയൊടുക്കണ. എടാ എന്തോ നിന്നെ സിനിമയിലെടുത്തത്. താങ്ക് യു. അടുത്തതായിട്ട് ലാലു അലക്സ്. താനും രസമെന്നാണോ താനീ പറയുന്നത്? എനിക്കൊന്ന് മനസ്സിലാവാന്നിട്ട് ചോദിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 24 മണിക്കൂറിനുള്ളിൽ താനും തൻ്റെ ആളുകൾ ഇവിടുന്ന് പുറത്തു പോയിട്ടില്ലെങ്കിൽ എല്ലാറ്റിനും വെട്ടി നുറുക്കി ഞാൻ കത്തിക്കും. മനസ്സിലായോടോ പെരപ്പി മോനെ? നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ കൊച്ചുപ്രാമൻ ചേട്ടനെ നമുക്കൊന്ന് നോക്കാം. പറഞ്ഞത് എനിക്ക് പൊക്ക കുറവുണ്ടെന്ന് മഹാരാജാവിൻ്റെ കയ്യിൽ നിന്ന് പട്ടും വളയും വാങ്ങി രാജകുടുംബ പരമ്പരയാണ് കേട്ടോ. വീട്ടിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുന്ന ബോട്ടിൻ്റെ പകരം കുട്ടിയുണ്ട് സൂക്ഷിക്കുന്ന എത്തി വെക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട്. അടുത്തതായിട്ട് നമ്മുടെ മലയാളി സിനിമയ്ക്ക് ഒത്തിരി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ ശ്രീ ലാൽ ജോസ്.
ആക്ച്വലി മലയാള സിനിമയുടെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ് മലയാള സിനിമയുടെ വിജയം. അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് ഈ അവസരത്തിൽ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. അങ്ങനെ നമ്മൾ അരിമ്പൂരെത്തി. EPS ലെക്ചർ പ്രസിഡന്റ് SKN 40ലേക്ക് സ്വാഗതം. അന്ന് വാർത്ത വായിച്ചെന്നെ ഞാൻ. എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ അരിമ്പൂരെത്തിയതിൽ സന്തോഷം. അരിമ്പൂരെത്തിയ സ്വാഗതം. ഓക്കെ. ഗുരുക്കള് രാധ ടീച്ചറ് ഞങ്ങൾ കളരിയിലാണ് എല്ലാവരും. വളരെ സന്തോഷം. എൻ്റെ കേരളം, എൻ്റെ അഭിമാനം, അരുത് ലഹരി, അരുത് അക്രമം എന്ന മുദ്രാവാക്യവുമായി SKN എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന 24-ൻ്റെ R ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന സന്ദേശയാത്രയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഔദ്യോഗികമായ പരിപാടികൾ ആരംഭിക്കാം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മണലൂരിൻ്റെ ആദരണീയനായിട്ടുള്ള MLA മുരളി പെരുന്നെല്ലി, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള KK ശശിധരൻ, അതുപോലെ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്മിത അജയകുമാർ എന്നിവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാർഡ് മെമ്പറായിട്ടുള്ള സുനിത ഹരിദാസ് ബാബു. ആദ്യമായി ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ കൂടിയായിട്ടുള്ള പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സ്മിത അജയകുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്ന് ഈ സന്ദേശയാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ഈ നാടിന് നല്ല സന്ദേശം തരുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള R ശ്രീകണ്ഠൻ നായർ അവർകളെ ഏറെ സന്തോഷത്തോടു കൂടി അരിമ്പൂരിൻ്റെ മുഴുവൻ പൗരാവലിയുടെയും ഹർഷാരവത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ MLA മുരളിയേട്ടൻ എന്നൊക്കെ ഞാൻ വിളിക്കുന്ന ഏറ്റവും അടുത്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള മുരളി പെരുന്നെല്ലി അവർകളെ ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ 24-ൻ്റെ എല്ലാമായിട്ടുള്ള സ്മിത ഹരിദാസിനെ ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ആശംസിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അവർകളെ ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ
സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരായിട്ടുള്ള ഹരിദാസ് ബാബു അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ സുനിത ബാബുവിനെയും ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ആശംസിക്കുകയാണ്. ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച് ഏതാനും ചെറിയ വാക്കുകൾ നമുക്ക് വേണ്ടി പറയുന്നതിന് വേണ്ടി അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സ്മിത അജയകുമാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് വളരെയധികം സന്തോഷത്തോടെയാണ്. കാരണം നമുക്ക് നമ്മുടെ നാട് ഏറ്റവും അധികം വിഷമിച്ചിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാരണമാണ് ലഹരി എന്നൊരു വിപത്ത്. ആ ലഹരിക്കെതിരെ നമ്മളെല്ലാവരും നാടാകെ ഒന്നടക്കം നമ്മൾ പൊരുതുമ്പോൾ അതിൽ നമ്മുടെ പഞ്ചായത്ത് അടക്കം നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ വാർഡ് തലങ്ങളിലും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്കൊരു 24-ൻ്റെ ഒരു അണിയറ ശില്പികളായിട്ട് എത്തിയിട്ടുള്ള നമ്മുടെ SKN എന്ന് പറയുന്ന ശ്രീധരൻ സാറ്, അതുപോലെ തന്നെ എൻ്റെ പേരിൽ അറിയപ്പെടുന്ന സ്മിത ഹരിദാസ് എന്നറിയപ്പെടുന്ന ഈ അണിയറ പ്രവർത്തകർ നമ്മുടെ പഞ്ചായത്തിൽ എത്തുകയും നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആരംഭിച്ച് അതിൻ്റെ അവസാനം നമ്മുടെ പഞ്ചായത്തിലാണ് എത്തിച്ചേരുന്നത്. നമ്മുടെ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒപ്പം പങ്കുചേരുന്നതിന് വേണ്ടിയാണ് നമ്മുടെ 24 ചാനലടക്കം അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് അടക്കം നമ്മുടെ പഞ്ചായത്തിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം 24-ൻ്റെ എല്ലാവരും ഉണ്ടാകുമെന്നുള്ള ആ വിശ്വാസം നമുക്കിപ്പോൾ നേരിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഒറ്റക്കെട്ടായി തന്നെയാണ് നമ്മൾ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ലഹരിക്കെതിരെയുള്ള ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ കൊച്ചു കുട്ടികളടക്കം നമ്മളൊരു സ്കിറ്റുകളായിട്ടും മറ്റു നാടകങ്ങളായിട്ടൊക്കെ നമ്മുടെ വാർഡുകളിൽ നമ്മൾ നടത്തിയിട്ടുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ഇനിയും അത് നിലയ്ക്കുന്നില്ല. അതിൻ്റെ പോരാട്ടം നമ്മൾ നിലയ്ക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നമ്മൾ മുന്നോടിയായി കൊണ്ടുപോയിരിക്കുകയാണ്. ഇനിയും നമ്മളെ പഞ്ചായത്തിലെ വളണ്ടിയേഴ്സ് ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും ശക്തമായി തന്നെ ഈ ലഹരിക്കെതിരെ പോരാടുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വളണ്ടിയേഴ്സും ഒപ്പം തോളോടൊപ്പം നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി മറ്റു നാടകങ്ങളിലൂടെയും സ്കിറ്റുകളിലൂടെയും അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെയും നമുക്ക് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് ചെന്നെത്തുകയാണ്. അതിൽ ഒരു ഭാഗമാവാൻ നമ്മുടെ പഞ്ചായത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ SKN എന്ന് പറയുന്ന ശ്രീധരൻ സാറിനെ പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MLA, ഈ നാടിൻ്റെ ഹൃദയത്തുടുപ്പറിയാവുന്ന നമ്മുടെ MLA മുരളിയേട്ടൻ നമുക്ക് വേണ്ടി സംസാരിക്കും. മാധ്യമരംഗത്ത് 40 വർഷം പിന്നിടുന്ന SKN എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലോകമാകെ അറിയപ്പെടുന്ന ബഹുമാനായ ശ്രീകണ്ഠൻ നായർ, ഇവിടെ വേദിയിലുള്ള ബ്ലോക്ക് പ്രസിഡന്റ്, അതുപോലെ സ്മിത, 2 സ്മിതമാരുണ്ട്, മറ്റ് ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ടവർ. വളരെ കാലിക പ്രസക്തിയുള്ള പ്രശ്നം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കേരളയാത്ര SKN ആരംഭിച്ച് ഇന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിലെത്തി ജില്ലയിലെ ഇന്നിവിടെ സമാപനം സംഘടിപ്പിക്കുന്നത്. വളരെ പ്രസിദ്ധമായൊരു സന്ദേശമാണ് ജനങ്ങൾക്ക് യാത്ര വഴി SKN നൽകുന്നത്. എൻ്റെ കേരളം, എൻ്റെ അഭിമാനം. അരുത് അക്രമം, അരുത് ലഹരി. ഈ രണ്ടും അരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സന്ദേശവുമായാണ് ജനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. തീർച്ചയായും അത് ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സന്ദേശം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവേണ്ട ഒരു കാര്യവുമില്ല. നിലനിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിയെ അതേപടി നിലനിർത്തുന്നതിന് വേണ്ടി അതിനെതിരായി വരുന്ന അത്തരം ശക്തികളെ നിഷ്ക്രിയരാക്കി, ഒന്നിനും കൊള്ളാത്തവരാക്കി, അടുത്ത തലമുറയെ ഒന്നിനും കൊള്ളാത്ത ഒരു തലമുറയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി ലോകമാകെ അടക്കി ഭരിക്കുന്ന ലഹരി മാഫിയ വമ്പൻ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഇടപെടലുകൾക്കെതിരായി
കേരളത്തിൽ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ വലിയ പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. ലഹരിമുക്ത കേരളം എന്ന മുദ്രാവാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് നാടെങ്ങും അതിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ അതിന് ഏറ്റവും പിന്തുണ കൊടുത്തുകൊണ്ട് തന്നെയാണ് SKൻ്റെ ഈ പ്രവർത്തനവും നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ കുട്ടികളെ, നാളത്തെ പൗരന്മാരാണവർ. ഒരു പൂന്തോട്ടത്തിൽ സൗരഭ്യം പടർത്തി വിടർന്നു നിൽക്കുന്ന പൂക്കളാണവർ. ആ കുട്ടികൾക്ക് ഒരു പുഴുക്കുത്ത് പോലും മേൽക്കാൻ പാടില്ല. അത് സർക്കാരിൻ്റെ സുചിന്തിതമായ നിലപാടാണ്. പക്ഷേ സർക്കാർ മാത്രം വിചാരിച്ച് നടക്കുന്ന പരിപാടിയല്ലാതെ സർക്കാർ, അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ, അധ്യാപകർ, അതുപോലെ രക്ഷിതാക്കൾ, സമൂഹം ഒന്നടങ്കം, അതിലേറെ മാധ്യമങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അഥവാ സമൂഹം ഒന്നടങ്കം ഇതിനൊപ്പം നിന്നാൽ തീർച്ചയായിട്ടും ഒരു പുഴുക്കുത്തു മേൽക്കാതെ നാളത്തെ നല്ല പൗരന്മാരായി നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുമെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിൽ ഈ കേരളത്തിൻ്റെ മണ്ണിലാണ് ഇത്തരം ഒരു പ്രവർത്തനം ശക്തിമത്തായി നടന്നു വരുന്നത്. അപ്പോൾ SKൻ്റെ ഈ പ്രവർത്തനത്തിന്, SKൻ്റെ ഈ ചാനലിൽ വാർത്താ അവതാരകനായി ഒരു തവണ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മുല്ലശ്ശേരിയിൽ വെച്ചാണ് ആ പരിപാടി നടന്നിരുന്നത്. അപ്പോൾ ആ SKൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സന്തോഷം കൂടിയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും, നമ്മൾ ഒരു ആഘോഷത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. വിഷുവിൻ്റെ എല്ലാവിധ നന്മകളും ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് SKൻ്റെ തെക്ക് നിന്ന് വടക്കോട്ട് നീങ്ങുന്ന യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് SKN. നമ്മളിങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? നമ്മുടെ നാട്ടിലേക്ക് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വലിയ സന്ദേശവുമായി ഇവിടെ എത്തിയിട്ട് നമ്മളിങ്ങനെ വീശിയൊക്കെ വീശി അനങ്ങാണ്ടിരുന്നാൽ മതിയോ? ഒരു നല്ലൊരു കയ്യടിയോട് കൂടിയിട്ട് വേണ്ട അദ്ദേഹത്തെ നമുക്കിവിടെ വരവേൽക്കാൻ. വേണ്ടേ? നല്ലൊരു കയ്യടി തന്നെ വേണം. നമ്മളൊക്കെ പാട്ടൊക്കെ പാടും ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നമ്പോർക്കാവ് തിരുമുറ്റത്ത് ആരാരുടെ കൊട്ടും തോറ്റോ. ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നമ്പോർക്കാവ് തിരുമുറ്റത്ത് 24 ചാനലിൻ്റെ കൊട്ടും തോറ്റോ. ഇങ്ങനെയൊക്കെ ആവണം. അതാണ് ശരിക്കും നമ്മൾ സാറിനെ ഇവിടെ വരവേറ്റത്. അടുത്തതായി സാറ് സംസാരിക്കും. അദ്ദേഹത്തിന് ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ MLA, മറ്റ് 2 പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരിവിടെ ഉണ്ടല്ലോ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്. വേദിയിലുള്ള മറ്റ് പ്രഭാഷകരെ, പ്രിയപ്പെട്ട അരിമ്പൂർ ഗ്രാമവാസികളെ. അരിമ്പൂർ തന്നെ ഈ അടുത്തിടയ്ക്ക് വാർത്തയിൽ സ്ഥാനം പിടിച്ചായിരുന്നു. നമ്മുടെ 24-ലൊക്കെ ഒരു വാർത്ത പോയി, ഒരു യുവാവിൻ്റെ പരാക്രമത്തെക്കുറിച്ചൊക്കെ തന്നെ. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് താങ്കളാണോ അത് പിടിച്ചു കൊടുത്ത ആൾ? ഓക്കെ, അത് വളരെ നന്നായി. കാരണം അങ്ങനെയൊക്കെയുള്ള പരാക്രമങ്ങൾ ഈ അരിമ്പൂർ മാത്രമല്ല, വളരെ ഉൾനാടുകളിലൊക്കെ സംഭവിക്കുന്നുണ്ട്, പല ജില്ലകളിലും. നിങ്ങൾക്കറിയുന്ന പോലെ ഈ അരിമ്പൂർ ഗ്രാമമൊക്കെ എനിക്ക് നല്ല പരിചയമാണ്. എങ്ങനെയാണ് പരിചയത്തിൻ്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറേ അധികം കാലം ഈ തൃശ്ശൂർ ആകാശവാണിയിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റേഡിയോ നിലയത്തിൽ ജോലിയുള്ള സമയത്ത് അരിമ്പൂരിൽ നിന്ന് സ്ഥിരമായി ഈ റേഡിയോ നിലയത്തിലേക്ക് കത്തെഴുതുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാ ആഴ്ചയും അവർ കുറേ കത്തുകൾ എഴുതും. അങ്ങനെ ഈ അരിമ്പൂർ എനിക്ക് വളരെ, ഈ മണലൂരും അരിമ്പൂരും ഒക്കെ വളരെ ഹൃദയസ്ഥമായ പേരുകളാണ്. പിന്നെ മാത്രമല്ല, ഞാൻ കുറച്ചു കാലം കേരളവർമ്മ കോളേജിൽ മാഷായിരുന്നു. അപ്പോൾ അങ്ങനെയും ഈ തൃശ്ശൂരുമായിട്ടൊക്കെ എനിക്ക് ഈ അരിമ്പൂരും കോലഴിയും അതുപോലെ മണലൂരും പിന്നെ VM സുധീരനും ഒക്കെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട, പിന്നെ നമ്മുടെ MLAയും ഒക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വരാൻ പറ്റിയത് വളരെ സന്തോഷമുള്ളൊരു കാര്യം. പക്ഷേ എന്തിന് ഞാനിവിടെ വന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. സാധാരണ ശ്രീ മുരളിയെ പോലെയുള്ള ആളുകളാണ് ഇങ്ങനെയൊക്കെയുള്ള പദയാത്രകൾ കേരളത്തിൽ നടത്തുക. മാത്രമല്ല, ഇത്രയും ജില്ലകൾ ഈ നല്ല കത്തിയാളുന്ന വെയിലത്ത് യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് മാത്രം പറ്റിയ ജോലിയായത്. നമ്മളൊക്കെ AC മുറിയിലിരുന്ന് ജോലി ചെയ്യുന്നു. ഒരുപാട് നേരം നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും 39 ഡിഗ്രി സെൽഷ്യസ് ചൂടിലൊക്കെ ഇങ്ങനെ ഇറങ്ങി പദയാത്രയൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇനി ഒരു പദയാത്ര ഞാൻ നടത്തുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല, എൻ്റെ കൂടെ ഒരു 50-55 ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ട്. അവരും അവസരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങ് മിക്കവാറും കാസർഗോഡ് എത്തുമ്പോഴേക്ക് സ്ട്രെച്ചറും കൂടെ വേണ്ടി വരുമോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. എന്നാലും പക്ഷേ ഈ സംസ്ഥാനത്തെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തെ അലട്ടുന്ന ഏറ്റവും വലിയ
ഒരു പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്തത്. കാരണം സംസ്ഥാനത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും വർഗീയതകൾ പൊട്ടിപ്പുറപ്പെടാറില്ലാത്ത ഒരു സ്ഥലം, അതുപോലെ വർഗീയമായ വിദ്വേഷങ്ങൾ കാര്യമായിട്ടില്ലാത്തൊരു സ്ഥലം, സമാധാനത്തോടെ തൊട്ടയലത്ത് താമസിക്കുന്ന ആളുകളെയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലേക്ക് കഴിഞ്ഞു പോകുന്ന സ്ഥലം, പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും നമ്മുടെ സംഘബലം എന്താണെന്ന് നമ്മൾ ആളുകളെ കാണിച്ചു കൊടുത്തു. മാത്രമല്ല നമ്മൾ കൈത്താങ്ങാകാൻ വളരെ വിദൂര ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു. കോവിഡ് കാലത്തൊക്കെ തന്നെ വളരെ 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 പ്രയാസമായ ദിവസങ്ങൾ നമുക്കുണ്ടായി. ആ പ്രയാസങ്ങളൊക്കെ നമ്മൾ കടന്നുപോയത് ഈ സംഘബലം സംഘശക്തി കൊണ്ടായിരുന്നു. പ്രളയകാലത്തൊക്കെ ഞാൻ തന്നെ ഒരു സ്പീഡ് ബോട്ടിൽ കയറി ഈ നമ്മുടെ കൊച്ചിയിലുള്ള ഒരു സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെയൊക്കെ കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതായിരുന്നു. ഒരു 2 നിലയ്ക്കുള്ള വീടിൻ്റെ പൊക്കത്തിൽ തന്നെ വെള്ളം ഉയർന്നിരുന്നു. അവിടേക്ക് കുറച്ച് ഭക്ഷണപ്പൊതികളുമായിട്ടാണ് എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോയത്. അതൊരു സ്പീഡ് ബോട്ടിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പാലും അങ്ങനെയൊക്കെയുള്ള അടിയന്തരമായ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു വീടിൻ്റെ മുന്നിലൂടെ ഞങ്ങളിങ്ങനെ ആ 2 നില പൊക്കത്തിൽ വെള്ളം കയറി കിടക്കുക. അപ്പോൾ ആ വീടിൻ്റെ അടുത്തൂടെ പോകുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ ഒക്കത്ത് അമർത്തിക്കൊണ്ടൊരു അമ്മ ഞങ്ങളെ കൈയാട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെല്ലപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ഈ പാലുണ്ടോ, ഒരു കവർ പാല് തരാമെന്ന് ചോദിച്ചു. കാര്യം കുഞ്ഞിന് പാല് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള കാര്യം അവിടെങ്ങും ആരും എത്താൻ പറ്റത്തില്ല. കാരണം ഈ പെരിയാറിന് കുറുകെയാണ് നമ്മൾ ഈ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. പെരിയാറിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. കാണുമ്പോൾ നമ്മുടെ വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയായിട്ട് നമുക്ക് പെരിയാറിനെ തോന്നും. എന്നാൽ വളരെ കൂലം കുത്തി ഒഴുകുന്ന വല്ലാത്ത അടിയൊഴുക്കുള്ള എപ്പോൾ വേണമെങ്കിലും ക്ഷുഭിതമാകാവുന്ന ഒരു നദിയാണ് ഈ പെരിയാർ. അപ്പോൾ അത് പെരിയാറിലൂടെയൊക്കെ നമുക്ക് സ്പീഡ് ബോട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ തന്നെ അപകടം പിടിച്ച അവസ്ഥയാണ്. വേണമെങ്കിൽ സ്പീഡ് ബോട്ട് എടുത്ത് കീഴ്മേൽ മറിക്കും. നമ്മൾ ചിലപ്പോൾ ഈ പെരിയാർ നമ്മളെ വിഴുങ്ങിക്കളയും. പക്ഷേ നമ്മളവിടെ ബ്ലഡൊക്കെ കൊടുത്ത് നമ്മൾ യഥാർത്ഥത്തിൽ കുറേ ഫാമിലി അവിടെ ഒറ്റപ്പെട്ടു എന്നറിഞ്ഞ് നമ്മൾ ശരിക്കും ഈ വെള്ളപ്പൊക്കം കാരണം പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സംഘം ആളുകളെ, ഒരു സംഘം കുടുംബത്തെ അന്വേഷിച്ച് പോയതാണ്. പിന്നീട് ഞാനതൊരു അഹങ്കാരത്തിൻ്റെ ഒരു എക്സർസൈസായിട്ട് എനിക്ക് തോന്നി. കാര്യം കൂലം കുത്തി ഒഴുകുന്ന പെരിയാറിനറിയുമോ ഞാനൊരു വാർത്താ പ്രക്ഷേപകനാണെന്ന്? കാര്യം എടുത്ത് മറിച്ചേനെ തന്നെ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള വലിയൊരു സുരക്ഷാ കവറൊന്നും ഇല്ലാതാണ് അവിടെ പോയത്. പക്ഷേ നമ്മളവിടെ പോയി അവിടെ വീട്ടുകാർക്കെല്ലാം ഭക്ഷണ പൊതികളൊക്കെ എത്തിച്ചു കൊടുത്ത് മടങ്ങി വന്നു. അപ്പോൾ നമുക്കൊക്കെ അപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ ജീവനൊന്നും നമുക്കപ്പോൾ ഒരു വിഷയമല്ല. കാരണം ജനങ്ങൾ പട്ടിണി കിടക്കുന്നു, ഈ പ്രളയം അവരുടെ എല്ലാം തകർത്ത് കളഞ്ഞു. അപ്പോൾ ഇതുപോലെ എന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ സഹായഹസ്തവുമായി എവിടെയെല്ലാം പോയിട്ടുണ്ടാകും. പല ആളുകളും ഇതിനിടയിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അത്ര സംഘബലം ജീവിതത്തിൽ കാണിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും മലയാളി സമൂഹം കടന്നു പോകുമ്പോഴൊക്കെ ഈ ജനസമൂഹം അവരുടെ പ്രതീക്ഷയേക്കാൾ ബഹിർമടങ്ങ് കടന്നു പോയിട്ടുണ്ട്. ഞാനിവിടെ വരാൻ കാരണം, ഈ അരിമ്പൂരിൽ വരാൻ കാരണം, ഇപ്പം നിങ്ങൾക്കറിയാം കേരളത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായൊരു വിപത്തിനെക്കുറിച്ച് ജനങ്ങളെ കുറച്ചുകൂടി ബോധവൽക്കരിക്കാനും ഇതിനെ എന്നേക്കുമായി ഒരു അറുതി വരുത്താനും വേണ്ടിയുള്ള യാത്രയാണിത്. നിങ്ങൾക്കറിയുന്ന പോലെ തിരുവനന്തപുരത്ത് 150 അമ്മമാർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത ഒരു യാത്രയാണിത്. ഈ 150 അമ്മമാർ എന്ന് പറഞ്ഞാൽ ഇതിൽ ചില അമ്മമാരുടെ കുട്ടികൾ അകാലത്തിലെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേദന തിന്ന് ജീവിക്കുന്ന അമ്മമാരാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. കാര്യം അമ്മമാരുടെ കണ്ണുനീരിൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നെഞ്ചിൽ കത്തിയാളെന്ന തീ അമർത്താൻ കഴിയാതെ അവർ വാവിട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ ഈ 150 അമ്മമാർ, അതിൽ കുറച്ച് അമ്മമാർക്ക് തീരാത്ത കണ്ണുനീരുണ്ട്. റാഗിങ്ങിൽ കൊല്ലപ്പെട്ടു പോയ മകൻ്റെ അമ്മ വരെ ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മമാർ ഫ്ലാഗ് ഓഫ് ചെയ്ത് നമ്മളെ യാത്രയാക്കിയപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ കരുതിയില്ല കേരളം നേരിടുന്ന പ്രശ്നം ഇത്രയും ഗുരുതരമാണെന്ന്. ഞാൻ നമ്മുടെ MLA സാക്ഷിയാക്കിയ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. രാസലഹരി, സിന്തറ്റിക് ലഹരി അഥവാ MDMA എന്നൊക്കെ പറയുന്ന ലഹരി വസ്തുവിൻ്റെ സ്വാധീനമില്ലാത്ത ഒരു പഞ്ചായത്ത് പോലും ഇന്ന് കേരളത്തിലില്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്നുകിൽ ചില ആളുകൾ അതിന് അഡിക്റ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനോട് ആസക്തിയുണ്ട്, അതല്ലെങ്കിൽ അവിടെ രാസലഹരി വിൽക്കാൻ താല്പര്യമുള്ള ആളുകളുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ കേരളത്തിൽ വളരെ ആഴത്തിൽ വേരോടിക്കഴിഞ്ഞു ഇത്. നമ്മൾ അറിയുന്നതിനേക്കാളും ഒരുപാട് ആളുകൾ അഡിക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ യാത്രയ്ക്കിടയിൽ ചില അഡിക്ഷൻ സെൻറ്ററുകളിലൊക്കെ, ഡി അഡിക്ഷൻ സെൻറ്ററുകളിലൊക്കെ പോയി അവിടെ കിടക്കുന്ന കുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അതായത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പോലും ഈ MDMA കഴിച്ചിട്ട് ഡി അഡിക്ഷൻ സെൻറ്ററിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പ്രായം എത്രയാണ്? വെറും 12 വയസ്സ്. ജനുവരിയിലും ഫെബ്രുവരിയിലും
600 കേസുകൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഈ രാസലഹരികൾ ഉപയോഗിക്കുന്നത്. കഞ്ചാവും കൊക്കൈനും ബ്രൗൺ ഷുഗറും അതുപോലെ ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ വളരെ താമസിച്ചു പോയി. കാരണം നിങ്ങൾക്കറിയേണ്ട ഒരു കാര്യം, ഒരു ഇതുപോലുള്ള ഒരു രാസലഹരിക്ക് അടിമയാകുന്ന ഒരാൾ, അയാളുടെ ജീവിതം ചിലപ്പോൾ 7 കൊല്ലത്തിൽ അവസാനിക്കും. പരമാവധി പോയാൽ 12 കൊല്ലം. 7 കൊല്ലം ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നത് പോലെ കൈകാലുകൾ ശോഷിച്ച് മുഖമൊക്കെ ഒട്ടി വലിഞ്ഞ് തലച്ചോറൊക്കെ തല്ലിപ്പൊളിച്ച് കണ്ണുകളൊക്കെ ഇങ്ങോട്ട് എഴുന്ന ആകെ വൈകൃതമായ ഒരു രൂപമായ ഒരു മനുഷ്യക്കോലമായി 7 കൊല്ലം തള്ളി നീക്കി അവസാനം മരണത്തിന് കീഴടങ്ങുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പലരും ഇപ്പോഴും അമ്മമാരോടൊപ്പമാണ് കേരളത്തിൽ ഉറങ്ങാറ്. എന്നാൽ ഈ അടുത്തിടെ ഒരു അമ്മ പറഞ്ഞത്, ഈ അമ്മമാരെ നോക്കി പറയാൻ എനിക്ക് നാണക്കേടുണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്. എൻ്റെ മകൻ അവൻ്റെ കൈവിരലുകൾ എൻ്റെ ശരീരത്തിൽ തൊടുമ്പോൾ അവൻ മകനെ പോലെയല്ല കാണുന്നത് എന്ന്, അമ്മയെപ്പോലെയല്ല കാണുന്നത് എന്ന് അമ്മ വിളിച്ചു പറയുന്നു. അതുപോലെ അമ്മമാർ പറയുന്നു, പുറത്ത് കുട്ടികൾ പോയി കഴിയുമ്പോൾ അവരവരുടെ കൂട്ടുകാരുമൊത്ത് സംഗമിച്ച് മടങ്ങി വരുമ്പോൾ കൊലക്കത്തിയുമായി കയറി വരുമോ എന്ന ഭയം അമ്മമാർക്കുണ്ട്. കോളിംഗ് ബെല്ലില്ലാത്ത വിരലമരുമ്പോൾ ഉള്ളിൽ കിടന്നുറങ്ങുന്ന അമ്മയ്ക്ക് തുറക്കാൻ പേടിയാ. കാരണം അവരെ പള്ളയ്ക്ക് കത്തി കയറ്റാൻ വരുന്ന മകനായിരിക്കുമോ. കാര്യം ഈ MDMA കഴിച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ അപകടം അരിമ്പൂറുകാരോട് ഞാൻ പറയുന്നു, ശാസ്ത്രം പഠിച്ച ആളുകൾക്കൊക്കെ അറിയാം. ഒരു മനോരോഗിക്ക് തുല്യമായി പെരുമാറും. അക്രമവാസനയാണ് ഏറ്റവും വലിയ ലക്ഷണം. കാണുന്നവരെല്ലാം ശത്രുക്കളാണ്. അവന് വല്ലാത്ത ഹാലുസിനേഷൻ, വിചിത്രമായ സ്വപ്നങ്ങളും ചിന്തകളുമായി നടക്കുന്ന, തലച്ചോറ് പൊളിഞ്ഞ് പാളീസാവുകയും ജീവിതം തന്നെ പരാക്രമത്തിൻ്റെ വേദിയാകുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ രാസലഹരിയുടെ മുതലാളി എന്ന് പറയുന്നത്. മുതലാളി ഞാൻ പറഞ്ഞ രോഗി. ഈ അരിമ്പൂർ ഗ്രാമത്തിലും ആ കണ്ട ചെറുപ്പക്കാരൻ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അമ്മമാർക്ക് ടെൻഷനാണ്, അമ്മമാർക്ക് ഭീതിയാണ്, അധ്യാപകന്മാർക്ക് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ വയ്യ. വൃത്തികെട്ട കമൻറ്റുകൾ പറയുന്ന കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടാകുന്നു. പെൺകുട്ടികൾ പോലും MDMAക്ക് അടിമയാകുന്നു. ക്ലാസ് വരാന്തകളിലും മുറികളിലും ഇടനാഴികളിലും ഒക്കെ തന്നെ ഈ ചെറിയ ചെറിയ മിഠായിയുമായി, കൂളെന്നൊക്കെ പറഞ്ഞ ചില മിഠായി ഉണ്ട്, നിങ്ങളുടെ സ്ഥലത്തുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ മിഠായിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മിഠായിയിൽ രാസലഹരി പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ കലർത്തിയിട്ടുണ്ട്. കുട്ടികൾ അറിയാതെ ഇത് കഴിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്കൊരു അഡിക്ഷൻ കൂടും. പിന്നെ അവർ തേടിപ്പിടിച്ച് കഴിച്ചെന്ന് വരും. കുറച്ച് കഴിയുമ്പോൾ അവർ MDMAയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരിയുടെ അടിമയാകും. കുറച്ച് കഴിയുമ്പോൾ ഇത് നാട്ടിൽ വിൽപ്പന നടത്തുന്ന ആളുകളായി മാറും. കളമശ്ശേരിയിലെ പോളിടെക്നിക് കോളേജിൽ നടന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? 2 കിലോ കഞ്ചാവ് എക്സൈസ് പിടിച്ചെടുക്കുമ്പോൾ അതവർ കഞ്ചാവ് വലിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല എന്ന് എക്സൈസിന് മനസ്സിലായി. വാട്സപ്പിൽ, അവരുടെ സ്മാർട്ട് ഫോണിലെ വാട്സപ്പിൽ ഈ കഞ്ചാവ് പലയിടങ്ങളിലും വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഹോസ്റ്റൽ മുറികളിലെ കുട്ടികൾ, പഠിക്കാൻ എന്ത് പ്രതീക്ഷയോടെ വിട്ട കുട്ടികൾ വിൽപ്പനക്കാരായി, ഇതിൻ്റെ വാഹകരായി, കാരിയേഴ്സായി നാടെങ്ങും ചുറ്റിക്കറങ്ങുന്നു. കേരളത്തിലെ പാളയത്തെ ഒരു ഗവൺമെൻറ് ഹോസ്റ്റലിലും ഇതുപോലെ റെയ്ഡ് ചെയ്തു. കേരളത്തിലെ ഏത് ഹോസ്റ്റലിൽ പോലും പോലീസിന് കടന്നു ചെല്ലാനുള്ള അവകാശം ഇപ്പോഴുണ്ട്. ഒരു പ്രിൻസിപ്പലിൻ്റെയും അനുമതി ആവശ്യമില്ല. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ, ഒരു കോളേജിലോ പോലീസോ എക്സൈസോ MDMA ഒരാളിൽ നിന്ന് പിടികൂടിയാൽ അത്ര കാലവും ആ സ്ഥാപനം വളർത്തിയത് സൽപ്പേര് തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് ഇന്ന് അതൊക്കെ പേടിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കലാലയങ്ങൾ ഒരുപാടാണ്. ഞങ്ങൾ അടൂർ സെൻറ്റ് മേരീസും ഒരു സ്കൂളിൻ്റെ വനിതാ പിള്ളേർ പഠിക്കുന്ന പള്ളിക്കൂടമാണത്. അതിൻ്റെ വരാന്തയിൽ ചെല്ലുമ്പോൾ ആ ഇടവഴിയിലെല്ലാം MDMAയുമായ ആളുകൾ കാത്തു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഒന്ന് ചൂലടിച്ച് വൃത്തിയാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കി. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൻ്റെ വരാന്തയിൽ ഒരു മുളങ്കാടിൻ്റെ ഉള്ളിൽ രാവിലെ 9 മണിക്ക് ആളുകൾ വന്ന്, ഇത് തന്നെയാണ് കലാപരിപാടി. പല രാസലഹരിയും വിൽക്കുന്ന ആളുകൾ അവിടെ വരും. തൊട്ടടുത്ത കായലിലെ ശാസ്താംകോട്ട കായലിലേക്ക് ഈ കുട്ടികളെ പേടിപ്പിച്ചാൽ പോലീസുകാർക്ക് പേടിയാണ്, എടുത്തിയാടി ചത്തുകളയുമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സൽപ്പേരുള്ള കോളേജുകളിലും സൽപ്പേരുള്ള സ്കൂളുകളുടെ വരാന്തകളിലുമൊക്കെ തന്നെ ഈ പ്രാപ്പിടിയന്മാർ എന്നൊക്കെ പറയുന്ന പോലെ കുട്ടികളെ പിടിക്കുവാനും കുട്ടികളെ കുരുതി കഴിക്കാനും തയ്യാറായി നടക്കുന്ന നരാധമന്മാരുടെ എണ്ണം കേരളത്തിൽ വളരെ വളരെ കൂടിയിട്ടുണ്ട്. ഇതൊരു സീരിയസ് ബിസിനസ്സാണ്. നിങ്ങൾ അറിയേണ്ട കാര്യം, നമ്മുടെ MLA സൂചിപ്പിച്ചതുപോലെ ലോകമെമ്പാടും പരന്നു കിടക്കുന്ന വലിയൊരു മാഫിയ ശൃംഖലയുടെ ഇങ്ങേ ഒരു കണ്ണി ബാംഗ്ലൂരിലിരുന്ന വിൽപ്പന നടത്തുന്ന സാധനം നമ്മുടെ ആളുകൾ പോയി വാങ്ങി ഇവിടെ കൊണ്ടുവരുന്നു. ചിലപ്പോൾ കൊറിയർ വഴി വരും, ചിലപ്പോൾ ട്രെയിൻ വഴി വരും, ചിലപ്പോൾ ബസ് വഴി വരും.
വലിയ അപകടം പിടിച്ചൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൽ കക്ഷി രാഷ്ട്രീയമോ അതല്ലെങ്കിൽ മതസൗഹാർദ്ദമോ ജാതി ചിന്തയോ ഒന്നുമല്ല. നമ്മുടെ കുട്ടികൾ കേരളം പോലെ സമാധാനം പുലരുന്നൊരു മണ്ണിൽ ആ സമാധാനം കെടുത്താൻ ആരൊക്കെയോ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയും പണമുണ്ടാക്കണം. നിങ്ങൾക്കറിയാം കവിവാക്യം, നാണം വിറ്റും പണമുണ്ടാക്കിയിടിൽ നാണക്കേട പണം തീർത്തോളുമെന്ന് പറയുന്ന കവിയെ ഓർപ്പിക്കുന്ന രീതിയിൽ ആളുകൾ പണമുണ്ടാക്കാനും അമ്പരചുംബികളായ രമ്യകർമ്മങ്ങൾ പണിതുയർത്തുവാനും വേണ്ടി നമ്മുടെ നിരപരാധികളായ കുഞ്ഞുങ്ങളെ വരെ കുരുതി കൊടുക്കുന്ന ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. വിദേശ നാടുകളിലൊക്കെ ഇരുന്ന് നമ്മുടെ ഈ പ്രസംഗം കേൾക്കുന്ന മലയാളികൾ എനിക്ക് പേടിയാണ്. കാരണം അവരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇനി മടങ്ങി വരണോ എന്ന് ഞങ്ങൾ ആലോചിക്കുകയാണെന്നൊക്കെ എനിക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചു തുടങ്ങി. കാരണം അവരറിയാതെ സംപ്രേഷണം ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുന്ന പല പ്രസംഗങ്ങളും 24 വഴി ആളുകൾ കേട്ടുകൊണ്ടിരിക്കുക. അതുപോലെ SKN40 എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഇതിനായി മാത്രം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സംപ്രേഷണ സമയത്തിൻ്റെ 30% ഇപ്പോൾ ഈ ലഹരിമുക്ത കേരളം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കുക. നിങ്ങൾ അറിയേണ്ടത് കോടികൾ നഷ്ടമാണ് നമുക്ക്. പക്ഷേ നമ്മൾ നോക്കുന്നത് ജനങ്ങളുണ്ടെങ്കിലേ, അവരുടെ സമാധാന ജീവിതമുണ്ടെങ്കിലേ, അവരുടെ സ്വൈരജീവിതം സംസ്ഥാനത്തുണ്ടെങ്കിലേ വാർത്താ ചാനൽ നിലനിൽക്കൂ. ഒന്നുമില്ലെങ്കിൽ നമ്മളെല്ലാം അറബിക്കടലിൽ താണു പോകില്ലേ? അങ്ങനൊരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു. നിങ്ങൾ കണ്ടതുപോലെ 24 ലൈവായി സംപ്രേഷണം ചെയ്ത മുഖ്യമന്ത്രിയുമായുള്ള ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു, ഈ പരിപാടി അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു റിപ്പോർട്ട് അയക്കാം. ആദ്യം ഞാൻ കരുതി പൊതുവിൽ റിപ്പോർട്ട് ജനങ്ങൾക്കൊക്കെ പരസ്യപ്പെടുന്ന രീതിയിൽ പ്രതിപക്ഷ നേതാവിനെ കൂടി വിളിച്ച് ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കാം. പക്ഷേ ഞാനിതിൻ്റെ ഭീകരമായ അന്തരീക്ഷം മനസ്സിലാക്കിയപ്പോൾ 3-4 ജില്ലകൾ കടന്നുപോയപ്പോൾ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പോലും സമാധാനമില്ലാത്ത ഒരു നാടായി നമ്മുടെ കേരളം അധപ്പതിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ കരുതി ഒരു ഭാഗം ജനങ്ങളെ കാണിക്കാവുന്ന റിപ്പോർട്ട്, മറ്റൊരു കാര്യം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് മാത്രം കൊടുക്കുന്ന റിപ്പോർട്ട്. അതിൽ ഈ മാരകമായ ഈ വിഷവസ്തു കേരളത്തിൽ വിൽക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങളും അവരുടെ ചിത്രങ്ങളും സഹിതം മുഖ്യമന്ത്രി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് വരെ സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിക്ക് ലഭിക്കാത്ത ഏറ്റവും അപകടകരമായ മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് ഇൻവെർട്ടർ കോമയിൽ പറയാവുന്ന ഒരു റിപ്പോർട്ടായിരിക്കും ഞങ്ങളുടെ വാർത്താ സംഘം സമർപ്പിക്കുക. കാരണം കുട്ടികളെ കൊല്ലുകയും കുരുന്നുകളെ ലഹരിക്ക് അടിമയാക്കുകയും ചെയ്യുന്നവൻ എത്ര മാന്യനായാലും അവൻ്റെ മുഖപടം വലിച്ചു കീറണം എന്നാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം അവനെ കയ്യാമം വെക്കാൻ നമ്മൾ അമാന്തിച്ചു പോയാൽ നമ്മുടെ നാട്ടിൽ സ്വൈര ജീവിതം നയിക്കാൻ നമുക്ക് കഴിയില്ല. നിങ്ങൾ അറിയുന്നത് പോലെ നമ്മുടെ വീട്ടിൽ MDMA കഴിക്കുന്ന ഒരാളില്ല എന്ന ആശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ തൊട്ടയിലത്ത് MDMA കഴിക്കുന്ന ഒരു പരാക്രമി താമസിക്കുന്നുവെങ്കിൽ ഈ അപകടകാരി നട്ടപ്പാതിരായ്ക്ക് ചിലപ്പോൾ കൊലക്കത്തിയുമായി നമ്മുടെ വീട്ടിൽ കയറി വന്നൊന്ന് വരും. സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ ലഹരി എന്ന് പറയുന്നത് തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് അച്ഛനാണോ അമ്മയാണോ പെങ്ങളാണോ എന്ന് മനസ്സിലാക്കാത്ത ഒരു ലഹരിയാണ്. തലച്ചോറിൽ വേറെ ചില വിഭ്രമ ചിന്തകൾ ഇങ്ങനെ മിന്നൽ പിണർ പോലെ പായുന്നൊരു അന്തരീക്ഷം ഈ ലഹരി ഉണ്ടാക്കും. നിങ്ങൾക്കറിയാം, താമരശ്ശേരിയിലെ ഒരു പോലീസുകാരൻ MDMA വിൽപ്പനക്കാരനെ ഓടിച്ചപ്പോൾ അത് ആമാശയത്തിൽ കിടന്ന് പൊട്ടി അയാൾ മരിച്ചുപോയി. അപ്പോൾ ഈ വിഷവസ്തുവിൻ്റെ കാഠിന്യം എന്താണ് എന്ന് അരിമ്പൂറുകാർ തിരിച്ചറിയുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ അമ്മമാർ, അതായത് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന അമ്മമാർ, ഒരിക്കൽ പോലും കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ഒരിക്കലും സ്കൂളിൽ അന്വേഷിക്ക് പോകാത്ത അമ്മമാർ, അവർക്കൊക്കെ അവരുടെ സ്വഭാവം മാറ്റാൻ സമയമായി. നിങ്ങൾ അന്വേഷിക്കണം, സ്കൂളിൽ പോകണം, മെയിൻ ടീച്ചറിനെ കാണണം, കുട്ടി എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് അറിയണം, കുട്ടിയുടെ ബാഗ് പരിശോധിക്കണം, സ്മാർട്ട് ഫോണിൽ അവൻ ആരെയൊക്കെ ബന്ധപ്പെടുന്നത് നിങ്ങൾ അറിയണം, മുറിയടച്ചൊറ്റപ്പെട്ടവൻ മുറിക്കുള്ളിൽ എന്തൊക്കെയാണ് മണിക്കൂറുകളോളം ചെയ്തു വെക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം, അവൻ ആരുടെ കൂടെയൊക്കെ കമ്പനി അടിച്ച് പോകുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം ചെറിയ അപകടങ്ങളിലൂടെയാണ് വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുകയും മാരകമായ അപകടത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴുതി വീഴുക. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലെ സാഹചര്യം ആ രീതിയിലായി. നമ്മൾ കുറച്ചധികം താമസിച്ചു പോയി. ഞാനിത് മുഖ്യമന്ത്രിയോടും പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. കടുത്ത നിർദ്ദേശം അദ്ദേഹം കൊടുത്തു കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനിലെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ആർക്കും ഇടപെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എക്സൈസിനും പോലീസിനുമൊക്കെ വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാം. ഏത് പാതിരായ്ക്കും ഏത് പട്ടാപ്പകലും ഏത് വീട്ടിലും കടന്നു ചെല്ലാം അവർക്ക് MDMA ഉണ്ടോ എന്ന് പരിശോധിക്കാൻ. എവിടെയും റെയ്ഡ് നടത്താം. ഏത് വലിയവനെയും കയ്യാമം വയ്ക്കാം. അത്തരമൊരു സ്വതന്ത്രമായ സാഹചര്യം സംസ്ഥാനത്ത് ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. എനിക്കിപ്പോഴും കേരള പോലീസിൽ വിശ്വാസമുണ്ട്, സംസ്ഥാനത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലും വിശ്വാസമുണ്ട്. കാരണം ഇത്തിരി കൂടി സ്ഥിതി വഷളായാലും ശരി, നമ്മുടെ ആളുകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ മിടുക്കരായ പോലീസ് ഓഫീസേഴ്സ് എണ്ണി ഇവന്മാരെയൊക്കെ പൊക്കിയെടുത്ത് അഴിക്കുള്ളിൽ ഇടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിലൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവൻ്റെയൊക്കെ ഉറവിടങ്ങൾ കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ്.
ഈ കർണാടകം പോലെയുള്ള ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് അവിടുത്തെ ചില ആളുകൾ ഇങ്ങോട്ട് ലഹരി ഒഴുക്കി വിട്ടിട്ട് അത്യാവശ്യത്തിലധികം പണം ഉണ്ടാക്കി അവിടെ വിലസുന്നത്. ആ ഉറവിടങ്ങൾ തേടിപ്പോയി അവൻ്റെ ഉറവിടങ്ങളിൽ ബോംബിട്ട് തകർക്കാൻ കഴിയുന്ന പോലീസ് സേന നമുക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവരുടെ വിശ്വാസം വരുത്താം. അതേസമയം ജനങ്ങളുടെ പിന്തുണ കൂടി അവർക്ക് വേണം. ജനങ്ങൾ പിന്തുണച്ചാൽ മാത്രമേ നമ്മുടെ പോലീസ് സംവിധാനത്തിന് കാര്യമായി പ്രവർത്തിക്കാൻ കഴിയൂ. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ മാസം 20-ാം തീയതി 30 ദിവസങ്ങൾ പിന്നിടും നമ്മുടെ ഈ പര്യടനം. അന്ന് നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് കോഴിക്കോട് കടലിനെ സാക്ഷിയാക്കി 1 ലക്ഷത്തിലധികം ആളുകൾ ഒരേ ശബ്ദത്തിൽ അലറിയടിക്കുന്ന കടലിൻ്റെ ശക്തിയോടെ ഈ കടലിൻ്റെ ഇരമ്പം കോഴിക്കോട് നഗരത്തെ ഇളക്കി മറിക്കുമ്പോൾ നമ്മൾ വിളിച്ചു പറയും, അവസാനത്തെ MDMA-കാരനും അവസാനത്തെ രാസലഹരിക്കാരനും കേരളം വിട്ടുപോകണം. ഇനി ഒരു നരാധമനും നമ്മുടെ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന മാരക ലഹരി വിതരണം ചെയ്യാനായി കേരളത്തിലേക്ക് വരരുത്. കേരളത്തിലുള്ള ഇത്തരം ലഹരി വിൽപ്പന നടത്തുന്ന ആളുകളെ കയ്യാമം വെച്ച് തുറുങ്കിലടയ്ക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടും. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ജനമുന്നേറ്റമാകണം അതെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ദുസ്വപ്നമല്ലത്. കാരണം ജനങ്ങളിൽ നീറിപ്പിടിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് ഉണരാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നാണ് നമ്മൾ ഇതൊക്കെ വിളിച്ചു പറയുക? നമുക്കിനി താമസിക്കാൻ സമയമില്ല. കാരണം ഓരോ ദിവസവും 24 മണിക്കൂറിലും 600-700 പേരിപ്പോൾ ഇത്തരം ലഹരിക്ക് അടിമയാവുകയാണ്. കേരളത്തിലെ നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മുടെ പോലീസ് സംവിധാനം വിചാരിച്ചാൽ ഇവരിൽ പല ആളുകളെയും തുറുങ്കിലടയ്ക്കാം, ഉറവിടങ്ങൾ തച്ച് തകർക്കാം. പക്ഷേ ഒരിക്കൽ അഡിക്റ്റായി പോകുന്ന ഒരാളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെങ്കിൽ അത് ഇത്തിരി പാടായി മാറും. അതുകൊണ്ട് ഇനി രോഗികൾ ഉണ്ടാകാൻ പാടില്ല. MDMA കഴിക്കുന്നവൻ രോഗിയായി മാറും. രാസലഹരി ഉപയോഗിക്കുന്നവൻ രോഗിയാണ്. അവൻ മനോരോഗം ബാധിച്ച ഒരാളുടെ മാനസികാവസ്ഥയിലേക്ക് വഴുതി മാറും. താൻ എന്താണ് ചെയ്യുന്നത് എന്നൊരിക്കലും അവന് മനസ്സിലാകില്ല. തൊട്ടുമുന്നിൽ നിൽക്കുന്ന അമ്മയാണോ പെങ്ങളാണോ എന്ന് അവന് മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെയാണ് വൃത്തികെട്ട കണ്ണിൽ അമ്മയെ കാണാനും അമ്മയുടെ പള്ളയ്ക്ക് കത്തി കയറ്റാനും ഒരു MDMA-കാരന് കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ കോഴിക്കോട് കടപ്പുറത്തേക്ക് ക്ഷണിക്കുകയാണ്. അടുത്ത 20-ാം തീയതി കയ്യിന്നൊരിത്തിരി പൈസ ചിലവായാലും വണ്ടി പിടിച്ചായാലും നിങ്ങൾ ആ കടപ്പുറത്ത് വരണം. കോഴിക്കോട് ബീച്ചിൽ നമുക്ക് പ്രഖ്യാപിക്കണം, അവസാനത്തെ നരാധമനും ഈ നാട് വിട്ടുപോകണം. കേരളം സമാധാനമായി ജീവിക്കാൻ അനുവദിക്കണം. പോലീസിന് സ്വാതന്ത്ര്യം കൊടുക്കണം. കയ്യാമം വയ്ക്കേണ്ടവനെ തുറുക്കിലടയ്ക്കാനുള്ള കരുത്ത് ഭരണാധികാരികൾ കാണിക്കണം. ഒരേ ശബ്ദത്തിൽ ഒരേ ശ്വാസത്തിൽ നമുക്കത് പറയാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അരിമ്പൂർകാർക്ക് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലായി കാണും എന്നൊരു ചിന്തയിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ ഇനിയും കാണും കോഴിക്കോട് കടപ്പുറത്ത് ഈ മാസം 20-ാം തീയതി. ഗുഡ് ബൈ. എൻ്റെ കേരളം എൻ്റെ അഭിമാനം, അരുത് അക്രമം, അരുത് ലഹരി, ഈ മുദ്രാവാക്യമാണ് നമ്മുടെ മുദ്രാവാക്യം. ഇവിടെ അടുത്തതായി ലഹരി വിരുദ്ധ ദീപം തെളിയിക്കലാണ്. അത് അന്തിക്കാട് ഹൈസ്കൂളിലെ പോലീസ് കേഡറ്റുകളാണ് ഇത് നിർവഹിക്കുന്നത്. അതിൻ്റെ ആദ്യ ദീപം തെളിയിക്കുന്നത് SKN തന്നെയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ നമ്മളെല്ലാവരും എണീറ്റ് നിന്ന് മുഷ്ടി ചുരുട്ടി നമുക്ക് സാറ് ചൊല്ലുന്ന ആ മഹത്തായ വാക്യം സ്മിത മേഡമാണ് നമുക്ക് ആ പ്രതിജ്ഞ ചൊല്ലിത്തരുന്നത്. എല്ലാവരും എണീറ്റ് നിന്ന് മുഷ്ടി ചുരുട്ടി ദീപം ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ ദീപം കൊളുത്തി ഇങ്ങനെ കൈ പിടിച്ച് നമുക്ക് ആ പ്രതിജ്ഞ ഏറ്റുചൊല്ലാം. ദീപം തെളിയിക്കുന്നതിന് വേണ്ടി SKN സാറിനെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ അന്തിക്കാട് പോലീസ് കേഡറ്റുകളെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടുന്ന് കത്തിക്കുന്നവർ ദീപം അങ്ങോട്ട് പെട്ടെന്ന് പകർന്ന് കൊടുക്കണം.
മേഡം ചൊല്ലുന്ന പ്രതിജ്ഞ നമ്മളെല്ലാവരും ഏറ്റുചൊല്ലണം. ഹലോ ഹലോ. ലഹരി വിരുദ്ധ പ്രതിജ്ഞ. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാനിതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിയേട്ടൻ അവരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിൽ ഇവിടെ ലഹരി വിരുദ്ധ സന്ദേശം നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ അവർ, അതുപോലെ ബഹുമാനപ്പെട്ട മണലൂർ നിയോജകമണ്ഡലം MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. അത് ഇല്ലായ്മ ചെയ്യുന്നതിനാവശ്യമായ രീതിയിലുള്ള ലഹരിക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രതിജ്ഞയാണ് നമ്മളിവിടെ എടുത്തത്. നമുക്കറിയാം, നമ്മുടെ ഭാവി തലമുറയെ തകർത്ത് കളയുന്നതിനാവശ്യമായ രീതിയിലുള്ള വിദേശ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെയും വിവിധ ശക്തികൾ ഇത് ഒരു താവളമാക്കി നമ്മുടെ ഈ കൊച്ചു കേരളത്തെ പോലും മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിൽ വലിയ തോതിൽ നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ, അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും യുവാക്കളും ഒക്കെ അതിന് അടിമപ്പെടുന്നു എന്നാണ് നമുക്ക് ഈയിടെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഈ വിപത്തിനെ തടയാൻ ഈ നാട്ടിൽ ഇനിയും ബഹുജനങ്ങളിലെ മനോഭാവം മാറേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ശ്രീകണ്ഠൻ നായർ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ ഈ സന്ദേശയാത്ര ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത് നേരത്തെ പ്രഖ്യാപിച്ച പോലെ അടുത്ത 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ചേരുന്ന മഹാസമ്മേളനം ഈ ലഹരിമുക്ത ഒരു നാടാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ കണ്ണികളാകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ വേദിയിൽ നമ്മുടെ SKN ആദരിക്കുന്ന ചടങ്ങാണ്. അതിലേതാനും ചില ദേവസ്വങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിലാദ്യമായി നമ്മുടെ ഈ തട്ടകത്തിൻ്റെ അരിമ്പൂർ പഞ്ചായത്തിൻ്റെ തട്ടകത്തമ്മ എന്ന് പറയുന്നത് നമ്മുടെ നമ്പൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അമ്മയാണ്. ആ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള രാമേന്ദ്രൻ അവരെ ആദ്യമായി ഒരു സ്വീകരണം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. രാമേന്ദ്രേട്ടന് 1000 സ്നേഹം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇനി മറ്റ് ദേവസ്വങ്ങളിലെ ആളുകൾ കയറി വന്ന് സ്വീകരണം കൊടുക്കുന്നവർ മുഴുവനും കയറി വരണം. കൊടുക്കാം.
ഒരു നല്ല കയ്യടി വേണട്ടാ. നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കരുത്. സ്വീകരണ ചടങ്ങ് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള ബാബു ഹരിദാസ് ഏതാനും ചുരുങ്ങിയ വാക്കുകൾ നമുക്ക് വേണ്ടി പറയും. അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ പരിപാടിയിലെ ഏറ്റവും ആദരണീയനായ ശ്രീ ശ്രീകണ്ഠൻ സാർ, അതുപോലെ നമ്മളുടെ ബഹുമാനപ്പെട്ട MLA, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, മറ്റ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ ആദ്യം കാലങ്ങളിലൊക്കെ മദ്യപിക്കുക അല്ലെങ്കിൽ ലഹരിക്ക് അടിമയാവുക അറിവും വിവരം കുറഞ്ഞ ആളുകളാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇന്ന് അറിയപ്പെടുന്നത് വളരെ വിഷമം പിടിച്ചതാണ്. പ്രൊഫഷണൽ കോളേജുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ MBBS, IT മേഖലയിൽ അല്ലെങ്കിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോളേജിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ തലത്തിലോ ഉള്ള പഠിച്ച് അടുത്ത തലമുറ നമ്മുടെ ഈ ഭരണസാരഥ്യം ഏറ്റെടുക്കേണ്ട വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ ആയി വരേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഭരണസാരഥ്യം ഏറ്റെടുക്കേണ്ട അത്തരത്തിലുള്ള ആളുകളാണ് ഈ രാസലഹരി മൂലം തല അല്ലെങ്കിൽ ബ്രെയിൻ ഒന്നിനും കൊള്ളാത്ത തലച്ചോറായിട്ട് പോകുന്നു. ഇപ്പോഴെങ്കിലും നമ്മളെ സംബന്ധിച്ച് മൊത്തം മാധ്യമങ്ങൾ ഈ നമ്മളുടെ SKൻ്റെ സാറിൻ്റെ 24 അല്ല മറ്റു മാധ്യമങ്ങളും ഈ മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ള പിന്തുണയോടുകൂടി അല്ലെങ്കിൽ വളരെ കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തുകയാണ്. നമ്മളെ സംബന്ധിച്ച് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഞാനും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനാണ്. അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് രാഷ്ട്രീയ സുഹൃത്തുക്കളുണ്ട്. നമ്മളുടെ പ്രവർത്തകന്മാർ തന്നെ ഇത്തരം പരിപാടിയിൽ ഏർപ്പെടുന്നതിൽ ഒരു ദാക്ഷിണ്യമില്ലാതെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അതുപോലെ തന്നെ അവർക്കെതിരെ അത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവും നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒട്ടനവധി ദേവസ്വങ്ങളുണ്ട്, അതുപോലെ മഹിളാ സംഘടനകളുണ്ട്, ദിവസമുണ്ട്. എല്ലാവരും ഈ ഉദ്യമത്തിന് നമ്മളെ സംബന്ധിച്ച് ഇതൊരു വൈറസാണ്. നമുക്ക് കോവിഡ് വന്നു, അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഓരോ രോഗങ്ങൾ വന്നു എന്നൊരു രീതിയിലുള്ള ഒരു രോഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. നമ്മളിതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പടപോരണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ വേദിയിലേക്ക് വന്ന് എല്ലാവർക്കും എല്ലാവിധ അഭിവാദങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ജനപ്രതിനിധിയായ സുനിത ബാബു 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ ലഹരി സന്ദേശം നമ്മൾക്കെല്ലാവരിലും എത്തിച്ച നമ്മുടെ ശ്രീകണ്ഠൻ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സന്ദേശങ്ങൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും അവരവരുടെ മക്കളിലേക്കും നമ്മുടെ KT അംഗങ്ങളുണ്ട് അവരവരെ വീട്ടുകളിലേക്കും യൂണിറ്റുകളിലേക്കും പിന്നെ പോലീസ് കാഡറ്റുകളുണ്ട് അവരെല്ലാവരും അവരുടെ സ്കൂളുകളിലും ഈ സന്ദേശങ്ങൾ എത്തിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീകണ്ഠൻ സാറിനും 24-നും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പിന്തുണകളും അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി 24-ൻ്റെ ഈ സന്ദേശയാത്രയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സ്മിത ഹരിദാസ് മാഡം നമുക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കും. താങ്ക് യു. ഒരുപാട് വാക്കുകൾക്ക് ഇവിടെ പ്രസക്തിയില്ല എന്നറിയാം. കാരണം വാക്കുകളേക്കാൾ നമ്മൾ പ്രവൃത്തിയിൽ വിശ്വസിക്കേണ്ട, പ്രവൃത്തിയിലൂടെ നമ്മുടെ കാര്യങ്ങൾ തെളിയിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ
ഒരുപാട് പണ്ടൊക്കെ 10-20 വയസ്സൊക്കെ കഴിഞ്ഞവരാണ് ഒരു സിഗരറ്റൊക്കെ വലിച്ചു നോക്കുന്നതും ഒക്കെ. ഇപ്പം അങ്ങനെയല്ല എന്ന് നമ്മൾ വാർത്തകളിലൂടെ ഓരോ ദിവസവും രാവിലെ എല്ലാവരും പറയും നല്ല വാർത്തകൾ പറയൂ, പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ പറയൂ. ഓരോ ദിവസവും നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് ഫ്ലോറിലേക്ക് കയറുന്നത്. പക്ഷെ വരുന്ന വാർത്തകളൊക്കെ ചെറിയ കുട്ടികൾ പോലും ഈ രാസലഹരിക്ക്, ഗുരുതരമായ മാരകമായ വിഷകരമായ രാസലഹരിക്ക് അടിമയാകുന്നു എന്നുള്ള വാർത്തകൾ വായിക്കുന്നു. ഒപ്പം അവർ വീട്ടിലുണ്ടാകുന്ന അക്രമങ്ങൾ, അവരുടെ അമ്മമാരുടെ വേദന, അച്ഛന്മാരുടെ വേദന. ഒരച്ഛൻ നെഞ്ചിടറി പറഞ്ഞ വാക്കുകൾ, മകൾ ലഹരി ഉപയോഗിക്കുന്നു എന്നറിഞ്ഞ നിമിഷം ആത്മഹത്യ ചെയ്താലോ എന്ന് കരുതി. പിന്നെ ഒരു സുഹൃത്തൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എത്ര നല്ലതാണ്. സുഹൃത്ത് എന്നാൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും സുഹൃത്തായിരിക്കുക. ആ സുഹൃത്ത് എത്ര അദ്ദേഹത്തെ സഹായിച്ചു എന്നറിയോ? നമുക്ക് എന്തായാലും മനസ്സുറപ്പോടെ ഇതിനെ മറികടക്കണം, നമ്മുടെ കുഞ്ഞിനെ നേർവഴിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ അച്ഛൻ അത് ചെയ്തു. മകൾക്ക് എല്ലാ സഹായങ്ങളും അത് ചികിത്സയുൾപ്പെടെ നൽകി കുഞ്ഞ് മടങ്ങി വന്നു ജീവിതത്തിലേക്ക്. അപ്പോൾ കുഞ്ഞു പറഞ്ഞ ചില കാര്യങ്ങൾ അത് പുറം ലോകത്തെ അറിയിക്കണമെന്ന് തോന്നി നമ്മുടെ ഫ്ലോറിൽ വിളിക്കുന്നു. അങ്ങനെ പുറം ലോകത്തെ അദ്ദേഹം അത് അറിയിച്ചു. പക്ഷെ നമ്മൾ അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്തിയില്ല. കാരണം നമ്മുടെ സമൂഹത്തിന് ഒരു കുഴപ്പമുണ്ട്. ഒരു തവണ എന്തെങ്കിലും തരത്തിൽ വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാതെ ഒറ്റപ്പെടുത്തി കളയും. നമ്മൾ അങ്ങനെ ചെയ്യരുത്. എനിക്ക് പറയാനുള്ളത് അതാണ്. കുട്ടികൾ ഇതിൻ്റെ വഴിയിലേക്ക് എങ്ങാൻ വീണുപോയി എന്ന് കരുതിയാൽ അവർക്ക് ഭയമുണ്ടാക്കരുത്. നമുക്ക് നേർവഴിക്ക് വരാൻ കഴിയും. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. ആ മാതൃകകളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കണം. അവരുടെ തോളിൽ ചേർത്ത് പിടിച്ച് അവരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കണം. നമ്മുടെ കുട്ടികളായാലും നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരെങ്കിലും ഉപയോഗിച്ചാൽ അവരിൽ നിന്നും മാറി നടക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്. അവരിൽ നിന്നല്ല മാറേണ്ടത്, സൗഹൃദത്തിൽ നിന്നല്ല മാറേണ്ടത്, ഈ മാരകമായ ലഹരിയിൽ നിന്നാണ് മാറേണ്ടത്. അങ്ങനെ അവരല്ല ചീത്ത കുട്ടികൾ, അവരുപയോഗിക്കുന്ന സാധനങ്ങളാണ്, അവർക്കത് നൽകുന്നവരാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലെ ആ ഗൂഢ ഉദ്ദേശം, അവർക്ക് പൈസ ഉണ്ടാക്കിയാൽ മതി, അത് കുട്ടികളെ അറിയിച്ചു കൊടുക്കുക, ഒപ്പം നിൽക്കുക. ഇവിടെ ഒരുപാട് അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, അച്ഛന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങളെല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് വളരെയധികം ബോധവാന്മാരാണ് എന്നും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന ബോധ്യത്തിലാണ് വന്നിരിക്കുന്നതെന്നും മനസ്സിലായി. ഇരുട്ടിൽ നമ്മൾ തെളിയിച്ച ആ മെഴുകുതിരി പോലെ ആ തെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിലും ഉണ്ടാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിയട്ടെ. അപ്പോൾ ലഹരിക്കെതിരെയുള്ള നമ്മുടെ ഈ യാത്രയിൽ നമുക്കൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി, സ്നേഹം. ഇതങ്ങോട്ട് മുന്നോട്ടും ഉണ്ടാകണം, മറക്കണ്ട. ഈ മാസം 20-ാം തീയതി കോഴിക്കോട്ട് ഇത് സമാപിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. നന്ദി, സ്നേഹം. നമ്മളിവിടെ പെർഫോം ചെയ്ത കുട്ടികൾക്കും ഇനി പെർഫോം ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കും നമ്മൾ കുറച്ച് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് അത് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണം. പെർഫോം ചെയ്ത കുട്ടികളും ഇനി പെർഫോം ചെയ്യാൻ പോകുന്ന കുട്ടികളും. അപ്പോൾ വരുവിൻ, വാങ്ങുവിൻ, വരൂ.
ഇത് കഴിഞ്ഞ നറുക്കെടുപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കലാകാരന്മാരെ കലാകാരികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ തുടരുകയാണ്. അടുത്തതായി റോയ് അവതരിപ്പിക്കുന്ന ഒരു ഗാനം. മാനവ സംഗീത വിദ്യാലയത്തിലെ അധ്യാപകൻ കൂടിയാണ് റോയ് മാഷ്. റോയ് മാഷാണ് അടുത്തതായി നമുക്കിവിടെ വേണ്ടി ഗാനം ആലപിക്കുന്നത്. ഹലോ ഹലോ ഹലോ. ഹലോ ഹലോ. ഒരറിയിപ്പുണ്ട്. നമ്മൾ ഒരു ഫോം എല്ലാവർക്കും തന്നിരുന്നില്ലേ? കിട്ടിയിരുന്നോ നിങ്ങൾക്ക്? നമ്മളൊരു ഫോം തന്നിരുന്നു ഫില്ല് ചെയ്യാൻ വേണ്ടി. അതെല്ലാവരും ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള ഭാഗം ഫോൺ നമ്പറും പേരും അത് കീറിയിട്ട് ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ബോക്സിൽ ഇടണം. എന്നിട്ട് അതിൻ്റെ ഫോം ഫില്ല് ചെയ്തത് നമുക്ക് തിരിച്ചു തരണം. അതൊരു നറുക്കെടുപ്പുണ്ട്. എല്ലാ ജില്ലകളിലും ഒരു നറുക്കെടുപ്പ്. ഇപ്പം നമ്മളിവിടെ നറുക്കെടുക്കും. കാരണം ഓരോ ജില്ലകളിലും 2 ദിവസമാണെങ്കിൽ 2-ാം ദിവസം അത് അവസാനിക്കുമ്പോഴാണ് നറുക്കെടുപ്പ്. ഓരോ ജില്ലകളിൽ നിന്നും ഓരോ വിജയെ പ്രഖ്യാപിക്കും. അവർക്ക് ബെന്നീസ് റോയൽ ടൂർസ് സംഘടിപ്പിക്കുന്ന ഒരു സിംഗപ്പൂർ യാത്ര, കടൽ യാത്രയാണ്. അപ്പോൾ അത് സർപ്രൈസ് ഗിഫ്റ്റാണ്. ഇന്നിപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് നറുക്കെടുപ്പ് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഇട്ടിട്ടില്ലെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് ഇതിലിടുക. പിന്നെ ആ ഫോം നമുക്ക് തിരിച്ചും തരിക. ചിലപ്പോൾ അറിയില്ലല്ലോ ആർക്കാണ് അപ്രതീക്ഷിതമായി ആ സമ്മാനം അടിക്കുക. 14 ജില്ലകളിൽ നിന്നുള്ളവരുണ്ടാകും. അപ്പം മറക്കണ്ട. എല്ലാവരും ഇട്ടല്ലോ അല്ലേ? നറുക്കെടുക്കാൻ പോവാണോ നമ്മള്? ഒരു കൊച്ചുമെടുക്കനെ കൊണ്ട്. യെസ്, ഇളക്ക്. കണ്ണടച്ചിട്ട് എടുത്തോ. ഒരെണ്ണം. ആ കിട്ടി. 2 ഇല്ലല്ലോ അല്ലേ? ഓക്കെ. ഇത് പേര് അഭിഷേക് സിയാർ. അഭിഷേക് ഉണ്ടോ ഇവിടെ? അഭിഷേക് സിയാർ. ഫോൺ നമ്പർ പറയണോ? ആ ഫോൺ നമ്പറിൽ വിളിക്കാം. അഭിഷേക് ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും? ഹലോ, അഭിഷേക് അല്ലേ? അഭിഷേക്, അഭിഷേക് ഞാൻ 24 എന്നാ വിളിക്കുന്നേ. ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള നമ്മുടെ പരിപാടിയിൽ വന്നിരുന്നോ? എന്നിട്ട് ഇപ്പൊ എവിടെ പോയി? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയാ സ്ഥലം അഭിഷേകിന്റെ? കൊടകരയാണ് അല്ലേ? നമ്മളൊരു സമ്മാനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, സിംഗപ്പൂർ യാത്ര. അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ വിജയി അഭിഷേകാണ്. പാസ്പോർട്ട് ഉണ്ടോ അഭിഷേകിന്? ഒരു സെക്കൻഡ് അഭിഷേക്. അഭിഷേക് അല്ലേ? അഭിഷേക് ശ്രീകണ്ഠനാർ ബോലിയേ. ഓക്കെ അഭിഷേക്, കൺഗ്രാജുലേഷൻ. പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് നന്നായി. ഇല്ലെങ്കിൽ ഉടനെ ഒരു പാസ്പോർട്ട് എടുക്കണം കേട്ടോ. ഒരു 2 ദിവസം കൊണ്ട് പാസ്പോർട്ട് കിട്ടും. അല്ലെ നമുക്ക് കിട്ടിക്കാം കേട്ടോ.
26-ാം തീയതി സിംഗപ്പൂരിലേക്ക് പറക്കാൻ തീരുമാനിച്ചോളൂ. ഓക്കെ, ഇന്ന് രാത്രി ഉറങ്ങണ്ട. സിംഗപ്പൂരിൽ കാണുന്ന കാഴ്ചകളെ കുറിച്ച് ആലോചിച്ച് കിടക്കും. ഓക്കെ, താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ അഭിഷേകിൻ്റെ അപേക്ഷ നാളെ തന്നെ കൊടുക്കണം കേട്ടോ, പാസ്പോർട്ടിനുള്ള. ഓക്കെ, നാളെ ചെന്നവിടെ കിട്ടത്തില്ല. അങ്ങനെ ഒരു സാധനം രജിസ്റ്റർ ചെയ്യുമല്ലോ വേണോ അത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപേക്ഷ കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു. വേദകളരി പാഠശാല മുല്ലശ്ശേരി രാധ ടീച്ചർ നേതൃത്വത്തിലുള്ള കളരി ചെറിയ രീതിയിലുള്ളൊരു അഭ്യാസ പ്രകടനമാണ് അടുത്തതായി ഈ വേദിയിൽ അരങ്ങേറുന്നത്. ടീച്ചറെ ക്ഷണിക്കുന്നു. ഇടത്ത് വാങ്ങി വലത്തും വാങ്ങി, വലത്ത് വീത് വെച്ച് ഇടത്ത് കൂട്ടി നീക്കി, കൈ നിവർത്തി കൈക്ക് നോക്കി, കൈ നെറ്റിക്ക് വെച്ച് വണങ്ങിയമർന്ന് വലത്തെ മുട്ടൂന്നി കുമ്പിട്ട് പടിഞ്ഞ് തൊട്ട് വന്ദിച്ച് എടുത്തു വന്ദിച്ച് മടിയിൽ വെച്ച് കെട്ടിത്തൊഴുത്. അമരം വെച്ച് കുമ്പിട്ട് നിവർന്ന് ഇടത്ത് വാങ്ങി വലത്തും വാങ്ങി, വലത്ത് വീത് വെച്ച് ഇടത്ത് കൂട്ടി നീക്കി, കൈ നിവർത്തി കൈക്ക് നോക്കി, കൈ നെറ്റിക്ക് വെച്ച് വണങ്ങിയമർന്ന് കോലരയിൽ പിടിച്ച് ഒത്തടി പൊങ്ങി, വല ഭാഗം തിരിച്ച് കൈ നിവർത്തി കൈക്ക് നോക്കി, കൈ നെറ്റിക്ക് വെച്ച് വണങ്ങിയമർന്ന് വലത്ത് വെച്ച് ഓദ്രം അടിച്ച് കാൽ കൂട്ടി തൊഴുത്. തൊഴുത് വലിഞ്ഞു നിന്ന് വലത്ത് നടന്ന് കളരി തൊട്ട് വലത്ത് വയ്യോട്ട് മാറി വലത്ത് തൂക്കി, വലത്ത് നടന്ന് ഇടത്ത് തൂക്കി, ഇടത്ത് നടന്ന് വലത്തേതിൽ പടിഞ്ഞിരുന്ന് തൊട്ടു വന്ദിച്ച് എടുത്തു വന്ദിച്ച് മടിയിൽ വെച്ച് കെട്ടിത്തൊഴുത്. തൊട്ട് വന്ദിച്ച് എടുത്തു വന്ദിച്ച് അമരം വെച്ച് കുമ്പിട്ട് നിവർന്ന് ഇടത്ത് വാങ്ങി വലത്തും വാങ്ങി, വലത്ത് വീത് വെച്ച് ഇടത്തകം കാലെടുത്ത് വാങ്ങി ചാടി അമർന്ന് വലത്ത് ചവിട്ടി അമർന്ന് കാൽ കൂട്ടി തൊഴുത്. അടുത്തത് പയറ്റാണ്. പയറ്റ് കളരിവന്ദനം. കളരിവന്ദനം
തൊഴുതു വലിഞ്ഞു നിന്ന് വലത്ത് നടന്ന് കളരി തൊട്ട് വലത്തേത് തൂക്കിയെടുത്ത് വലത്ത് നടന്ന് ഇടത്ത് തൂക്കിയെടുത്ത് ഇടത്ത് നടന്ന് വലത്തേതിൽ പടിഞ്ഞിരുന്ന് കെട്ടിത്തൊഴുത് നൃത്തത്തിലും കളരിയിലുമാണ് കെട്ടിത്തൊഴുത്തുള്ളത്. അമർന്നു കുമ്പിട്ട് നീർന്ന് അമർന്ന് വലത്തേത് നീക്കി ചവിട്ടി ഇടത്തേത് നീക്കി വലത്ത് വെച്ച് വലിഞ്ഞമർന്ന് വലത്ത് വയ്യോട്ട് മാറി വലപുറത്തിരിഞ്ഞ് ഇടത്തേത് നീക്കി വലത്ത് വെച്ച് വലിഞ്ഞമർന്ന് വലത്തേത് വയ്യോട്ട് മാറി വലപുറത്തിരിഞ്ഞ് ഇടത്തേത് നീക്കി വലത്ത് വെച്ച് വലിഞ്ഞമർന്ന് തൊഴുത് കാൽ കൂട്ടി തൊഴുത്. കാലുകളുടെ സ്വാധീന ശക്തി കാണിക്കുകയാണ്. വലത്ത് നേർകാൽ വലത്ത് നേരെ ഇടത്ത് നേരെ വലത്ത് നേരെ ഇടത്ത് നേരെ തിരിഞ്ഞ് വലത്ത് വീത് ഇടത്ത് വീത് വലത്ത് വീത് തിരിഞ്ഞു പൊങ്ങി വലിഞ്ഞമർന്ന് വലത്ത് നേരെ എടുത്തിരുത്തി മലർന്ന് തിരിച്ചിരുത്തി വലത്തേത് നീക്കി ചവിട്ടി ഇടത്ത് നേരെ എടുത്തിരുത്തി മലർന്ന് തിരിച്ചിരുത്തി ഇടത്തെ നീക്കി വെച്ച് വലത്തേരെ തിരിഞ്ഞ് ചാടി സൂചിക്കിരുന്ന് നന്ദി, നമസ്കാരം. വേദകളരി പാഠശാല മുല്ലശ്ശേരി കഴിഞ്ഞ 50-ൽ പരം വർഷങ്ങളായി പ്രവർത്തനത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയിലും കേരളത്തിൽ ഉടനീളവും ഇന്ത്യക്കകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.